ഈ ഒരു നാട്ടിലുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആരുടെ ഇതൊക്കെ പറഞ്ഞു വരുത്തണമെന്ന് ചോദിച്ചു. ലണ്ടൻ ഹീത്രോ ടെർമിനൽ 3 നിന്ന് വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ടിക്കറ്റും ബുക്ക് ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് കയറി അവിടെയൊക്കെ കറങ്ങി റൈബൺ ഗ്ലാസും നോക്കി ഐഫോണും നോക്കി വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ബോയിങ് ലീഡിങ് ലേഡിയിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന വരെയുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. ഇത് ഒരു സർപ്രൈസ് വിസിറ്റ് വീട്ടിലേക്ക് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നേരെ ലണ്ടനിൽ നിന്ന് നേരെ ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് എൻ്റെ പെട്ടി കാത്തുള്ള നിൽപ്പാണ്. പെട്ടി കറങ്ങി ഒടുവിൽ എൻ്റെ കയ്യിലെത്തി. എൻ്റെ പെട്ടി പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും യൂസ്ഫുള്ളായിരുന്നു. അവിടെ നിന്ന് പെട്ടി എടുത്ത് ടെർമിനൽ ചേഞ്ച് ചെയ്യണം. ഈ ടെർമിനലിൽ നിന്ന് ഇവിടുത്തെ ഡൊമസ്റ്റിക് ടെർമിനലിലോട്ട് പോകാനായിട്ട് ബസ്സുണ്ട്. ഈ ബസ്സിൽ കയറി വളരെ കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് തികച്ചില്ല യാത്ര ചെയ്ത് ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നപ്പം എനിക്ക് വിശന്നു. ഇപ്പോൾ സമയം ഏകദേശം വെളുപ്പിന് 4 മണിയാണ്. പൊടി ഇഡ്ഡലിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബാംഗ്ലൂർ എയർപോർട്ടിലെ കടയായിരുന്നെങ്കിലും മലയാളികളായിരുന്നു സ്റ്റാഫ്. വലിയ കുഴപ്പമില്ലാത്തൊരു പൊടി ഇഡ്ഡലി ആയിരുന്നു. ഞാൻ പൊടി ഇഡ്ഡലി നാട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് UK നിന്നാണ് ട്രൈ ചെയ്തത്. പിന്നെ ഇപ്പോൾ കഴിക്കുന്നു. അങ്ങനെ ചെക്കിൻ ചെയ്ത് അകത്ത് കയറി ഒന്ന് ഡ്യൂട്ടി ഫ്രീ ഒക്കെ കറങ്ങാമെന്ന് വിചാരിച്ചപ്പം സ്വീറ്റ്സിൻ്റെ കടയാണ് കണ്ടത്. കടയുടെ പേര് നിങ്ങൾ നോക്കിയോ, ആനന്ദ്. അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല പുതിയ കട തുടങ്ങിയപ്പോഴത്തേക്കും. പിന്നെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് സ്റ്റാർബക്സിൽ വന്നൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. UK സ്റ്റാർബക്സിൽ ഞാൻ കുടിച്ചിട്ടില്ല കോഫി. 4 പൗണ്ട് 5 പൗണ്ട് എന്നൊക്കെ കാണിക്കുമ്പോൾ അത് വലിയ വിലയാണെന്ന് പറഞ്ഞിട്ട് കുടിക്കാത്ത ഞാൻ എന്താ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് 400 രൂപയുടെ ഒരു മുതലാണ് ഈ കയ്യിൽ വാങ്ങിച്ചു വെച്ച് കറക്കുന്നത്. സംഭവം പക്ഷേ കൊള്ളായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് പച്ചവെള്ളം മേടിച്ചായിരുന്നു. അങ്ങനെ കോഫിയും ഒരു ഗ്ലാസ് പച്ചവെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം മൊബൈലിൽ കളിച്ചിരുന്നപ്പോഴത്തേക്കും നേരം ഒന്ന് പരപരാന്ന് വെളുത്ത്. പിന്നെ എയർപോർട്ടൊന്ന് ചുറ്റി കാണാം, കടകളിലൊക്കെ ഒന്ന് കയറി ലണ്ടൻ ഹീത്രോ എക്സ്പ്ലോർ ചെയ്തപോലെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചപ്പം TV-യിൽ പഴയ IPL മാച്ച്, പഴയതും കഴിഞ്ഞ സീസണിലും കുറേ ഹൈലൈറ്റ്സ് അവിടെ പല TV-യിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ എൻ്റെ GoPro എടുത്തൊന്ന് എയർപോർട്ട് കറങ്ങാൻ ഇറങ്ങി. നേരെ ചെന്ന് കയറിയത് അഡിദാസിൻ്റെ ഷോറൂമിൽ. അഡിദാസിൻ്റെ ഷോറൂം ഒന്നിങ്ങനെ വലം വെച്ച് അവിടെ പല ടീമുകളുടെയും ഒഫീഷ്യൽ ജേഴ്സി, അർജൻറ്റീന, ലിവർപൂൾ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയൊക്കെ ഒറിജിനൽ ജേഴ്സികളുണ്ടായിരുന്നു. ഈ കാണുന്ന ജേഴ്സിക്ക് 6000 രൂപയാണ്. അത് വാങ്ങുന്നതിൻ്റെ മനസ്സ് പലതവണ പറഞ്ഞെങ്കിലും ഒടുവിൽ ഞാൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി ബാക്കി കടകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടന്നു നീങ്ങാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ വാങ്ങും ഇന്ത്യൻ ടീമിൻ്റെ ഒറിജിനൽ ജേഴ്സി. അങ്ങനെ ഓരോ കടകൾ തപ്പി ഉള്ള നടത്തമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആയതുകൊണ്ട് എൻ്റെ ഫോണ് കേടാണ്, എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറിയത്. പക്ഷേ വാട്സപ്പിലൊക്കെ അയക്കുന്ന മെസ്സേജിന് ലാപ്പിൽ ഞാൻ ലോഗിൻ ചെയ്തതുകൊണ്ട് ലാപ്പിൽ നിന്ന് റിപ്ലൈ തരാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ കുറച്ച് നടന്നു. ഏകദേശം എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ഗേറ്റിനടുത്തെത്തി. ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ബോർഡിംഗ് പാസ്സായിട്ട് ഞാൻ നടന്നു നീങ്ങി. വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ടിക്കറ്റ് ആണ് ഞാൻ എടുത്തതെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റാണ്. ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നാൽ എവിടെ നോക്കിയാലും മുഴുവൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറി എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഇൻഡിഗോ ഫ്ലൈറ്റാണ്. ഇടതും വലതും നോക്കിയാലും ഇൻഡിഗോ ഫ്ലൈറ്റ്സ് മാത്രം. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഇത്ര സ്പീഡിലല്ല ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിങ് ഇട്ടൊക്കെയാണ് എഡിറ്റിങ്ങിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സ്പീഡായിട്ട് തോന്നുന്നത്. അത് പലർക്കും അറിയാം, എന്നാലും അറിഞ്ഞാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഈ ബാംഗ്ലൂർ എയർപോർട്ട് ഇരിക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലല്ല, ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് കൃഷിയിടങ്ങളും ചുമ്മാ കിടക്കുന്ന തരിശുഭൂമിയൊക്കെയാണ്. ആദ്യമായിട്ട് വിൻഡോ സീറ്റ് കിട്ടിയത് ഞാൻ ശരിക്കും ഒന്ന് യൂസ് ചെയ്ത് ശരിക്കും എൻജോയ് ചെയ്തു. ഒരുപാട് വീഡിയോസൊക്കെ ഇതുപോലെ ഷൂട്ട് ചെയ്തു. ബാംഗ്ലൂരിനടുത്ത് തമിഴ്നാട് വഴി പശ്ചിമഘട്ട മലനിരകളൊക്കെ കടന്നിട്ടാണ് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് വരുന്നത്. ഏകദേശം കൊച്ചി എത്താറായി. കഷ്ടി 1 മണിക്കൂർ, കൃത്യം പറഞ്ഞ് 50-55 മിനിറ്റ് യാത്രാ ടൈം മാത്രമേ കൊച്ചിയിലെത്താൻ ബാംഗ്ലൂരിൽ നിന്നുള്ളൂ. മേഘങ്ങളെയൊക്കെ കയറി മുറിച്ചുകൊണ്ട് ഫ്ലൈറ്റ് കൊച്ചിയിലേക്കുള്ള ലാൻഡിങ്ങിനായിട്ട് തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യമായിട്ട് വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു.
ഇതിനു മുമ്പ് കാവ്യയായിട്ട് യാത്ര ചെയ്തപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ കാവ്യയാണ് സീറ്റിലിരുന്നത്. ഇത് നിങ്ങളീ കാണുന്നത് ആലുവ പുഴയാണ്, കൊച്ചി നഗരമാണ്. ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ആ ചിറകൊന്ന് ശ്രദ്ധിച്ചോണേ. കുറച്ച് കഴിയുമ്പോൾ ആ ചിറകിൽ ഒരു ചെറിയ മാറ്റം വരും. ആ ഇരിക്കുന്ന ഒരു പോർഷൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇതേ കണ്ടോ, അത് ലാൻഡിങ്ങിന് തൊട്ട് മുമ്പാണ് ആ ചേഞ്ച് വന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കൊച്ചിയിൽ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് എല്ലാ തവണയും തിരുവനന്തപുരത്താണ് ഞാൻ ലാൻഡ് ചെയ്തത്. അങ്ങനെ കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എൻ്റെ ഇൻഡിഗോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അങ്ങനെ ഇൻഡിഗോ ഫ്ലൈറ്റിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ പോയത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. 12:20 വരേണ്ട ഈ ട്രെയിൻ വന്നത് 2:10 ഇതിനു മുമ്പ് അവസാനമായിട്ട് ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്തത് 2022 മൂകാംബികയിൽ പോയിട്ട് തിരിച്ചു വന്നതായിരുന്നു. അങ്ങനെ ലേറ്റായിട്ട് വന്ന ട്രെയിനിൽ കറക്റ്റ് ബോഗിക്ക് നോക്കി കയറി സീറ്റ് പിടിച്ചു. കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു, കാഴ്ചകളൊക്കെ കണ്ടു, ഒന്നിരുന്ന് മയങ്ങി എഴുതി. ട്രെയിന് വർക്കലെത്താറായി. അങ്ങനെ വർക്കല സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് നേരെ ആറ്റിങ്ങൽ വീരളത്തേക്കാണ്. അങ്ങനെ ഓട്ടോ ചേട്ടന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് സർപ്രൈസ് കൊടുക്കാനുള്ള പോക്കാണ്. അമ്മ എന്തായാലും ക്ലിനിക്കിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ദേ അമ്മ അവിടെ നിൽക്കുന്നു. അമ്മ ഞെട്ടിയെങ്കിലും കാര്യമായിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും എല്ലാവർക്കും സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. ലൈറ്റൊക്കെ ഉണ്ട്. ഇനി അകത്ത് കയറി അമ്മൂനെ അമ്മൂമ്മയെ ഒന്ന് സർപ്രൈസ് ചെയ്യാം. ഹായ് അച്ഛ ഉമ്മതാ. ഉമ്മ ഇതാര് അച്ഛ അമ്മ. ഇത് ക്യാമറ വ്ളോഗ്. ഹലോ ഗായ്സ്. ഹലോ പറ. ഹലോ ഹായ്. അങ്ങോട്ട് പോയി പറ. ഹായ്. നാട്ടിലെത്തിൻ്റെ അടുത്ത ദിവസം ജാനകിയും കൊണ്ട് എൻ്റെ വീട്ടിലെത്തി പോകുന്നതാണ്. ഇപ്പം എൻ്റെ വീട്ടിലിപ്പം അപ്പൂപ്പനും അമ്മൂമ്മയാണ് താമസിക്കുന്നത്. അയ്യോ മക്കളെ കള്ള എടാ കുട്ടാ എന്റെ മക്കളെ നീ എന്ത് അയ്യോ അതിന് എന്റെ മക്കളെ മക്കളുടെ കാര്യമില്ല. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴത്തേന് ഞാൻ എറണാകുളത്തായിരുന്നു. ഇന്ന് രാവിലെ വന്നത്. രാത്രി വിളിച്ചപ്പോ വീട്ടിൽ വന്ന് നിൽക്കുന്നു. വിചാരിച്ചപ്പോ രാവിലെ വരാം. അങ്ങനെ രാവിലത്തെ ട്രെയിനിന് ഞാൻ വന്നതാ. പറഞ്ഞില്ല, പറഞ്ഞ് പനിയാന്ന് പറഞ്ഞു. അവക്ക് കുഴപ്പമൊന്നുമില്ല, അത് ഉറക്കറന്നു. അത് നല്ല ഉറക്കത്തിലായിരുന്നു അവിടെ. അടുത്ത മിഷൻ ആനന്ദേട്ടനെ സർപ്രൈസ് ചെയ്യുന്നതായിരുന്നു. ഇത് ആനന്ദേട്ടൻ്റെ ഷോപ്പാണ്. ആനന്ദേട്ടനെ കാണാനായിട്ട് ഷോപ്പിലെത്തി. കാവ്യ ഒന്ന് ആദ്യം പറഞ്ഞു വിട്ടു ആനന്ദേട്ടനുണ്ടോ എന്ന് നോക്കാനായിട്ട്. ആനന്ദേട്ടൻ ഒന്ന് ബാക്കിലിരിക്കുമായിരുന്നു. എന്നെ കണ്ടൊന്ന് ഞെട്ടി, സർപ്രൈസായി, ഒന്ന് ചിരിച്ചു. പക്ഷേ സൂം ചെയ്ത് കറക്റ്റ് എക്സ്പ്രഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്തത് മിഥുനെ ഒന്ന് കാണാനായിട്ട് ജംഗ്ഷനിൽ നിൽക്കുമായിരുന്നു. ഇങ്ങനെ മിഥുൻ്റെ വണ്ടി വന്നു.
ഈ ഒരു നാട്ടിലുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആരുടെ ഇതൊക്കെ പറഞ്ഞു വരുത്തണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കാവ്യ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടേക്കണേ ഞാൻ കണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടതാണ് എൻ്റെ ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂർ വഴി കൊച്ചിയിൽ വന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വന്ന എൻ്റെ സർപ്രൈസ് വിസിറ്റ്. എത്ര പേര് സർപ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. അതിന് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ. എന്തായാലും ഫസ്റ്റ് വന്ന് കണ്ടപ്പോഴത്തേക്കും അമ്മ ഞെട്ടി, പിന്നെ തേജസ് ഞെട്ടിയായിരുന്നു. പക്ഷേ തേജസ്സിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇതിന് ചെറിയ സംശയം തോന്നിയായിരുന്നു ഞാൻ നാട്ടിലെത്തിയെന്നുള്ളത്. പിന്നെ ആനന്ദേട്ടൻ ഞെട്ടി, പക്ഷേ ആനന്ദേട്ടൻ കുറച്ച് ദൂരെ ഇരുന്നുകൊണ്ട് അത് അത്ര വീഡിയോയിൽ കിട്ടിയതുമില്ല. എന്നാലും ഞാൻ ഈ മൂമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു. യാത്രയും ചെറിയ സർപ്രൈസ് ആണെങ്കിലും എന്നെ കണ്ടപ്പം അവരുടെ മുഖത്തുണ്ടായ ഒരു ഭാവമാറ്റമൊക്കെ ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടല്ല ഈ സർപ്രൈസ് കൊടുക്കുന്നത്. ഇതിന് മുമ്പൊരു 2 വർഷം മുമ്പ് ഇതുപോലെ സർപ്രൈസ് കൊടുത്തായിരുന്നു. അന്ന് വ്ളോഗും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് വയ്ക്കാം. ഒന്നുമല്ലെങ്കിലും കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ എടുത്ത് നോക്കാമല്ലോ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ മൊത്തം കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടുതൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.